അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ, അത് ഹലാലായ അന്നപാനീയങ്ങൾ ആഹരിക്കുന്നതിന്റെ ദിനങ്ങളാണ്. നിർത്തിയിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വദിക്റുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിനങ്ങളും കൂടിയാണ്. ഇറ്റാകുടി, വിനോദം, ടൂറ്, യാത്ര, ഇത് മാത്രമല്ല. വദിക്റുല്ലാഹി അസ്സ വജൽ, അതോടൊപ്പം തന്നെ അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിനങ്ങൾ കൂടിയാണ്, ദിക്റുള്ളയുടെ ദിനങ്ങൾ കൂടിയാണ് അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. ദിക്റുള്ള എപ്പോഴും വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. എല്ലാ സന്ദർഭത്തിലും ദിക്റുള്ള വേണം. അതുകൊണ്ടാണ് ആഘോഷത്തിന്റെ കാലത്തടക്കം ദിക്റുള്ള വേണം എന്ന് പറഞ്ഞത്. ദിക്റുള്ള വേണം, അള്ളാഹനെ മറന്നുള്ള ഒരു പരിപാടിയും പാടില്ല. അയ്യാമു തശ്രീഖിലും ഇസ്ലാമിലെ ആഘോഷ ദിനങ്ങളിലും എവിടെയും പാടില്ല. ആഘോഷഘട്ടത്തിൽ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെയും പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. എവിടെയും പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും വേണ്ടത്, എപ്പോഴും അയാളുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് ദിക്റുള്ളയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു സുഖ്റുഫ് 36-ാം വചനം. അല്ലാഹു പറയാൻ, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. കരുണാവാരിധിയായ നാഥന്റെ സ്മരണയിൽ നിന്ന് അകന്ന് ആര് ജീവിക്കുന്നവോ, അവന് കൂട്ടുകാരനായി, തോഴനായിട്ട് നാം ഒരു പിശാചിനെ നിശ്ചയിച്ചു കൊടുക്കും. എന്ത് വിനോദാണെങ്കിലും, എന്തിന്റെ പേരിലാണെങ്കിലും, ദിക്റുള്ളയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ അകന്നു പോയാൽ അല്ലാഹു അവന് തോഴനായി, കൂട്ടുകാരനായി ഒരു പിശാചിനെ നിശ്ചയിച്ചു കൊടുക്കും. ഖുർആൻ പറയാം സഹോദരങ്ങളെ. പിന്നെ ആ പൈശാചിക തോഴന്റെ, കൂട്ടുകാരന്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും അവന്റെ മുന്നോട്ടുള്ള ഗമനം എന്ന് പറയുന്നത്. അതിനാൽ സന്തോഷത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസിക്ക് ദിക്റുള്ള വേണം.